ഈ സ്കിൽ സെലക്ട് മൈഗ്രേഷൻ എന്ന് പറയുന്നത് പോയിന്റ് ബേസ്ഡുള്ള മൈഗ്രേഷനിൽ ഏതൊക്കെ തരത്തിലുള്ള വിസകളുണ്ട്? അതിൽ 189 എന്ന് പറയുന്നത് പ്യൂർലി ഇൻഡിപെൻഡന്റ് സ്കിൽഡ് മൈഗ്രേഷൻ ആണ്. അതായത് ഒരു വ്യക്തി അപേക്ഷിക്കുന്ന വ്യക്തിക്ക് ഗാർണർ ചെയ്യാൻ കഴിയുന്ന മാക്സിമം പോയിന്റ്സിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് തന്നെ കിട്ടുന്നത്. മിനിമം സ്കിൽ സെലക്ട് മൈഗ്രേഷനിൽ നമുക്ക് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വെക്കണമെങ്കിൽ 65 പോയിന്റ് വേണം. അപ്പൊ ആ 65 പോയിന്റ് എനിക്കുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കന്റ് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അവർക്ക് ആരുടെയും പ്രത്യേകിച്ചുള്ള സപ്പോർട്ടോ സഹായം ഒന്നും ആവശ്യമില്ല തന്നെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വെക്കാം 189 വിസയ്ക്ക് വേണ്ടി. പക്ഷെ അത് കിട്ടണമെന്നില്ല, അത് ഓക്കുപേഷനെയൊക്കെ അപേക്ഷിച്ചിരിക്കും. ചില ഡിമാൻഡഡ് ഓക്കുപേഷനൊക്കെ ആണ് എന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പോയിന്റ് കൂടുതലായിരിക്കും, ഈ നമുക്ക് ലഭിക്കേണ്ട പോയിന്റ് കൂടുതലായിരിക്കും. അതേസമയം വളരെ സ്കേഴ്സിറ്റി ഉള്ള ചില മേഖലകളുണ്ട്, ഷോർട്ടേജ് ഉള്ള അത്തരത്തിലുള്ള ഓക്കുപേഷൻസിലാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. ഒരുപക്ഷെ 65 പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഡിപ്പെൻഡന്റ് ഓൺ വേരിയസ് ഫാക്ടേഴ്സ്. പക്ഷേ പോയിന്റ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് 65 പോയിന്റ് ഞാൻ ഈ പറഞ്ഞ 189 വിസയ്ക്ക് ആവശ്യമാണ്. അതേസമയം നിങ്ങൾക്ക് 60 പോയിന്റ് കിട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഓക്കുപേഷനെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ ആ സ്റ്റേറ്റിലെ പിന്നെ ഷോർട്ടേജ് ലിസ്റ്റിലുള്ളതാണ്, അല്ലെങ്കിൽ അവിടെ കുറവുള്ള ഒരു തൊഴിലാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എലിജിബിലിറ്റി ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ് നോമിനേഷൻ അപേക്ഷിക്കും. അത് സബ് ക്ലാസ് 190. അത് സ്റ്റേറ്റിന് അപ്പോൾ 5 പോയിന്റ് കൂടി നിങ്ങൾക്ക് ആ സ്റ്റേറ്റ് തരും. അപ്പോൾ ആ സ്റ്റേറ്റിന്റെ നോമിനേഷന്റെ എലിജിബിലിറ്റി നമുക്ക് വരും. അതല്ല, ഈ എല്ലാ സ്റ്റേറ്റുകളിലെയും റീജിയണൽ ഏരിയകളിലോട്ട് ഉള്ള ഒരു വിസയാണ് സബ് ക്ലാസ് 491 എല്ലാ സ്റ്റേറ്റുകളിലെയും. അപ്പോൾ ആ 491 വിസയ്ക്കാണ് നമുക്ക് അപേക്ഷിക്കുന്നത്. നമുക്ക് 15 പോയിന്റ് കിട്ടും, അതും ആ സ്റ്റേറ്റ് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വിസക്ക് നോമിനേഷൻ സമർപ്പിക്കുകയും അതനുസരിച്ച് സ്റ്റേറ്റ് നമ്മളെ നോമിനേറ്റ് ചെയ്യുകയും നമുക്ക് വിസ കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ റീജിയണൽ ഏരിയയിൽ റീജിയണൽ പോസ്റ്റ് കോഡിൽ താമസിക്കുകയും അവിടെ ജോലി ചെയ്യുകയും അവിടെ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് വിദ്യാഭ്യാസവും മറ്റൊക്കെ ചെയ്യുന്നെങ്കിൽ അത് ചെയ്യുകയൊക്കെ, നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെല്ലാം അവിടെ താമസിക്കണം, തൊഴിൽ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അത് റീജിയണൽ ഏരിയയിൽ ആ തൊഴിലാളികൾ ആവശ്യമുള്ളത് കൊണ്ട് അവർ കൊടുക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മേഖലയിൽ ആ റീജിയണൽ ഏരിയയിൽ തന്നെ ജോലി ചെയ്യേണ്ടത്. അപ്പം 189, 190, 491. ഇത് 189 നമ്മൾ പ്യൂർലി ഇൻഡിപെൻഡന്റ്ലി നമ്മൾ ആപ്ലിക്കന്റ്. അതേസമയം 190 5 പോയിന്റ് സ്റ്റേറ്റ് വരുന്നു. 491 ആണെങ്കിൽ 15 പോയിന്റ് സ്റ്റേറ്റ്